അവളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും അത് കേൾക്കാതെ പോയില്ലേ. ഇനി ലോക്കപ്പോ ജയിലോ എന്തോ ആവട്ടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പ്രായം തികഞ്ഞ പെണ്ണാ. എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അതെ, വല്ല വക്കീലിനെ കൂട്ടി പോയാ മതി കേട്ടോ. എന്തിന്? ഇനി ജാമ്യത്തിലോ മറ്റോ ഇറക്കണമെങ്കിലോ? എടി, എന്തായി? എന്തായി? നീ അവിടെ പോയി വഴക്കുവല്ലോ ഉണ്ടാക്കിയോ? അയാൾക്ക് വേണ്ടത് വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ദേ, ഈ 5 വിരലും അയാളുടെ കവിളിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നീ അയാളെ തല്ലിയോ? തല്ലി. ഇത് 2ാം തവണയാ ഞാൻ അയാളെ തല്ലുന്നത്. ഇതുകൊണ്ട് മതിയായില്ലെങ്കിലേ കത്തിക്ക് അയാളുടെ കൊരവള്ളി അറക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടി, നീ ഒരു പെണ്ണാ. അതെന്താ, പെണ്ണുങ്ങൾ അറുത്താ കൊരവള്ളി മുറിയില്ലേ? നന്നായി, നീ അത്രയും ചെയ്തല്ലോ. ഒരുപാട് പെൺകുട്ടികൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നീ ഇപ്പൊ ചെയ്തത്. നീ കൊരവള്ളി ഒന്നും മുറിക്കാൻ നിൽക്കണ്ട. മനുഷ്യനാണെങ്കിൽ ഇതുകൊണ്ടാവും നന്നായിക്കോളും. നിങ്ങളെന്താ അക്രമം കാണിക്കാൻ മോളെ പ്രോത്സാഹിപ്പിക്കണോ? ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചൊന്നുമല്ല. ചെയ്ത തെറ്റ് അവള് സ്വയം തിരുത്തിയില്ലേ. അപ്പൊ ഏതൊരച്ഛനും മകളെ അഭിനന്ദിക്കണം. ഞാനും അതേ ചെയ്തോളൂ. കഴിക്കാൻ എന്താ ഉള്ളതമ്മേ? മീൻകറി ഉണ്ടോ? ഉണ്ടെങ്കില് പോയി വിളമ്പ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാ ടെൻഷനും ഇന്നത്തോടെ തീർന്നു. അമ്മ വാ. ചെല്ല്, അവൾക്ക് എന്തായാലും അമ്മേ ചെല്ല്. വാ ഇങ്ങോട്ട്. ഹലോ ചേച്ചി. ഞാൻ കുറച്ചു നേരമായിട്ട് നിന്നെ വിളിക്കുന്നു, ഫോൺ കിട്ടുന്നില്ല. അത് ഈ മഴയും കാറ്റുമൊക്കെ അല്ലേ ചേച്ചി, അതുകൊണ്ടായിരിക്കും. ഞാനും ചേച്ചി ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എനിക്ക് ഏട്ടനോടൊന്ന് സംസാരിക്കണം. ഏട്ടനെവിടെ? അടുത്തുണ്ടോ? ഏട്ടൻ ഇവിടെ ഉണ്ട്. കൊടുക്കണോ? വേണം ചേച്ചി. ഏട്ടനോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ശരി, കൊടുക്കാം. അതെ, പ്രിയക്ക് ഏട്ടനോട് സംസാരിക്കണം. ഹലോ ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. സോറി ഏട്ടാ. എന്തിനാ എന്നോട് സോറി പറയുന്നു? ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതിന് നീ എന്തിനാ കരയുന്നത്? പിന്നെ ഇതൊന്നും നീ വിചാരിക്കുന്ന പോലെ നിന്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത്. നീ അതിനൊന്നും കാരണമല്ല. അല്ല, എനിക്കറിയാം. ഞാനല്ലേ അവിനാശിനെ സ്നേഹിച്ചത്. ഭാര്യയുള്ള ഒരാളെ സ്നേഹിച്ചത് തെറ്റായി പോയി ഏട്ടാ. അയാള് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. നീ അറിഞ്ഞതും കേട്ടതും മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സംഭവിച്ചൊക്കെ അതിന്റെ തുടർച്ചയാ. അതിൽ നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. കരയണ്ട, ഏട്ടന് നിന്നോട് ഒരു പിണക്കവുമില്ല. സോറി ഏട്ടാ.
ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. അതിന് നിന്റെ തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്താ? കരയണ്ട. കല്യാണം ഉടനെ നടക്കാൻ പോവാ. നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. കല്യാണം നമുക്ക് ഗംഭീരമാക്കണം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങൾക്ക് ഇത്രയ്ക്ക് സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ അറിയോ ഹിറ്റ്ലറെ? അവള് നല്ല കുട്ടിയാ. അവളുടെ കല്യാണം ആഘോഷമാക്കണം. ഇതിന്റെ 10,000-1% സ്വന്തം ഭാര്യയോട് കാണിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മയുടെ ലിറ്റിൽ കണ്ണാ, ഞാൻ എത്ര ലക്കിയാവുമായിരുന്നു. സ്നേഹം ഉള്ളിൽ നിന്ന് വരേണ്ടതാ, അല്ലാതെ അഭിനയിക്കാനുള്ളതല്ല. നിന്റെ ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതെങ്ങനെയാ? മനസ്സിൽ ഇപ്പോഴും മരിച്ചുപോയവർക്കല്ലേ സ്ഥാനമുള്ളൂ. മോളെ, അത് നന്നായി. അവനോട് ക്ഷമ പറയാനുള്ള കടമ നിനക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതൊരു തെറ്റായി പോയനെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിൽ ഇവളുടെ ചേട്ടനല്ലേ. ഇതിന്റെ പേരില് ഇനി നീ 250 പവൻ ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. DK 250 പവൻ ഉറപ്പായിട്ടും തരും. അതിനി ആരും ചോദിക്കാനും പറയാനും ഒന്നും പോണ്ട ഒരാവശ്യവും ഇല്ല. അല്ല, നിനക്കെന്തു പറ്റി? ആകപ്പാടൊരു മാറ്റം. എനിക്കൊരു മാറ്റവും ഇല്ല. DK കാര്യങ്ങളൊക്കെ അറിഞ്ഞേ ചെയ്യും. ഇപ്പൊ തന്നെ ജ്യോതിയെ ഹോട്ടലിന്റെ ചുമതല ഏൽപ്പിച്ചത് കണ്ടില്ലേ? ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങളും DK ജ്യോതിയെ ഏൽപ്പിച്ചു തുടങ്ങും. അപ്പൊ പിന്നെ 250 പവനല്ല 500 പവൻ കൊടുത്ത് വേണമെങ്കിലും DK കെട്ടിക്കും. അമ്മ പോയേ. നീ പോയി ഒരു ചായ ഇട്ടുണ്ടോ? അതിനെങ്കിലും നിന്നെ ഉപകരിക്കട്ടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് കുഴപ്പം. വലിയ വിവരമുള്ള ഒരു അച്ഛനും മോളും. അച്ഛാ, മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എല്ലാ സന്തോഷത്തിന്റെ അവസാനം അച്ഛന് ദുഃഖമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഒരച്ഛനും ആ ദുഃഖം സഹിക്കാൻ പറ്റില്ല മോളെ. എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. എന്റെ കല്യാണം തീരുമാനിച്ചപ്പോ മുതല് ഞാൻ കാണുന്നുണ്ട് സന്തോഷത്തിന്റെ ഉള്ളിൽ ഒരു ദുഃഖം. പറയച്ച, എന്നോട് പറ. ഒന്നുമില്ല മോളെ. കല്യാണം കഴിഞ്ഞ് നീയും കൂടെ പോയാല് നിങ്ങൾ പിന്നെ തനിച്ചല്ലേ. അത് ഓർക്കുമ്പോ സങ്കടം. സുധാകരൻ നായരെ, എന്റെ മുൻപിൽ വേല ഇറക്കല്ലേ. സത്യം പറ, എന്റെ കല്യാണം തീരുമാനിച്ചതില് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? എന്താ അത്? സത്യം പറഞ്ഞില്ലെങ്കിലേ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുവേ. പറഞ്ഞേക്കാം. മോളെ, DKക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് വാക്ക്? ഈ വിവാഹം DK ഏറ്റെടുത്ത് നടത്താൻ ഒരു കാരണമുണ്ട്. അതൊരു നഷ്ടപരിഹാരമാണ്. നിന്റെ ചേച്ചിയുടെ ജീവിതത്തിന് കിട്ടുന്ന നഷ്ടപരിഹാരം.
ഈ പറയുന്നേ? അതേ മോളെ, നിന്റെ വിവാഹം നടക്കുന്ന ദിവസം ജ്യോതിയെ ഞാൻ അമരാവതിയെ തിരികെ കൊണ്ടുവരാമെന്ന് DKയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അച്ഛാ, അമരാവതിയിലെ ജ്യോതിയുടെ ജീവിതം അന്നുകൊണ്ട് അവസാനിക്കും. നീ ഭർത്തമതിയാകുമ്പോ അവൾക്ക് ഭർത്താവിന് നഷ്ടപ്പെടും. പിരിഞ്ഞു പോകുന്നതിന് അവൾക്ക് ഭർത്താവ് നൽകുന്ന നഷ്ടപരിഹാരത്തിന്റെ കൂടെ കിട്ടുന്ന ബോണസാണ് നിന്റെ വിവാഹം. അച്ഛൻ ഇതെങ്ങനെ നിന്നോട് പറയാൻ കഴിയും? ഇല്ലച്ച, എന്റെ ചേച്ചിയുടെ ജീവിതം നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ കല്യാണം കഴിച്ചാലല്ലേ അച്ഛന് ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുള്ളൂ. എനിക്ക് കല്യാണം വേണ്ടച്ച. എന്റെ ചേച്ചി കഴിഞ്ഞുള്ളൂ, എനിക്ക് മറ്റെന്തും. അച്ഛാ, ആ ചെക്കന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്കും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്. മോളെ, എല്ലാം ഓക്കെയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാ വേണമെങ്കിൽ റെസ്റ്റോറന്റിൽ പോയി തുടങ്ങാം. My little Kanna, I am very happy. Thank you, Kanna. ഇപ്പൊ അമ്മയുടെ ടെൻഷനൊക്കെ പോയില്ലേ? Why not? All tension go. My son, നീ ഓക്കെ അല്ലേടാ? എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അമ്മയുടെ ടെൻഷൻ മാറിയല്ലോ, എനിക്കത് മതി. ഒരു 1 വീക്ക് കൂടി ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. ശരി. റെസ്റ്റോറന്റിലെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്റെ പേടി. കുറച്ച് ദിവസം കൂടി ഞാൻ അങ്ങോട്ട് പോകാതിരുന്ന ആ ബേക്കറിക്കാരി അത് ആകെ കുളമാക്കും. ഇന്നലെ തന്നെ അവിടെ ഒരു പോലീസുകാരനുമായിട്ട് വഴക്കിട്ടു. മോനെ, അതൊക്കെ നോ പ്രോബ്ലം. ഷീസ് മാനേജ് ഓൾ. ഹലോ, ഞാൻ വൈഫിനോട് പറയാം ഫാദർ. ഓക്കെ, ഷി വിൽ മാനേജ്. താങ്ക് യു ഫാദർ. എന്താണ് വൈഫിനോട് പറഞ്ഞ് ഏൽപ്പിക്കാനുള്ളത്? മൈ സൺ, നീ ഇവളെ റിയൽ വൈഫായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? അത് ഈ ജന്മത്ത് നടക്കില്ല. അപ്പോ നീ ഫോണിൽ പറഞ്ഞതോ? അത് പിന്നെ ഫോണിൽ ഒരാൾ സംസാരിക്കുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ആഹാ, അത് ശരി. അപ്പൊ നാട്ടുകാരോട് വൈഫാണെന്ന് സമ്മതിക്കാം, പക്ഷെ വൈഫിനോട് ചിറ്റമ്മ നയം. ഇതെങ്ങനെ ശരിയാവും ഹിറ്റ്ലറെ? അതെ, സെന്റ് ജോൺസ് ചർച്ചിലെ ഫാദർ ഗീവർഗീസ് എബ്രഹാം ആണ് വിളിച്ചത്. അവരുടെ ഓർഫനേജിലേക്ക് നമ്മൾ ഇവിടുന്ന് ഫുഡ് കൊടുക്കാറുണ്ട്. ഇന്ന് അത് കൊടുക്കുന്ന ദിവസമാണ്. അതിനെന്തിനാ നീ വൈഫിന്റെ കാര്യം പറഞ്ഞത്? അല്ല, നാട്ടുകാർക്ക് മുമ്പിൽ ഈ ബേക്കറിക്കാരി ഇപ്പോ എന്റെ ഭാര്യയാണല്ലോ. ആണല്ലോ, അതിനെ മാറ്റാൻ സാധിക്കില്ലല്ലോ. ദിസ് ഇസ് ചീറ്റിംഗ് മൈ സൺ. നാട്ടുകാരുടെ മുന്നിൽ അഭിമാനം കാണിക്കാൻ വൈഫ് വേണം, പക്ഷെ റിയൽ വൈഫായിട്ട് ലൈഫിൽ കേറ്റുകയില്ല. ദിസ് ഇസ് ചീറ്റിംഗ്. അങ്ങനെ കരുതിയാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സത്യം നാട്ടുകാർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് അത് തിരുത്താനും പറ്റില്ല. ആ, അനുഭവിക്കാനേ. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ?
ഉച്ചയ്ക്ക് 12 മണിക്ക് ഓർഫനേജിലേക്കുള്ള ഫുഡ് വാനിൽ കയറ്റി അയക്കണം. നോക്കാം. നിങ്ങൾ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, ശ്രമിക്കാം. അയ്യോ, നീ എങ്ങനെ തലയെ ചുമന്നുകൊണ്ടേ കൊടുക്കൊന്നും വേണ്ട. ചുമ്മാ നോക്കി നിന്നാ മതി. ഓർഫനേജിലെ വണ്ടി വരുമ്പോ റെസ്റ്റോറന്റിലെ സ്റ്റാഫ് തന്നെ വണ്ടിയിൽ എടുത്തു വെച്ച് കൊടുത്തോളും. എന്നാ പിന്നെ വൈഫിനോട് പറഞ്ഞ് ഏൽപ്പിക്കാന്ന് ആ ഫാദറിനോട് പറഞ്ഞ എന്തിനാ? ഓ, അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു. സോറി. ഏട്ടാ, ആ ഷോയുടെ ഗ്രാഫിക്സ് റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ വന്നൊന്ന് കണ്ടാ അത് ഫൈനൽ ചെയ്യാം. ഞാനിപ്പോ വരാം. ഏട്ടത്തി ഒന്ന് വന്നേ. അവന്റെ പുതിയ ഷോയുടെ ആദ്യ എപ്പിസോഡ് ഞാൻ തന്നെ ഇനാഗുറേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാ അവന്റെ ആഗ്രഹം. അവനിപ്പോഴാ നമ്മുടെ പഴയ ശിവയായത്, അല്ലേ അമ്മേ? യെസ് മൈ സൺ, മൈ ലിറ്റിൽ കണ്ണ, എന്റെ മോനെ കാത്തോളണേ. ആ, ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് കലക്കും. ടേസ്റ്റി മാജിക്, ഫുഡ് കൾച്ചർ ആൻഡ് മ്യൂസിക്, എ ടേസ്റ്റി ട്രാവൽ ഓഫ് എസ്കേ. ഈ ഷോ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു നടത്തി. ഒരിക്കൽ ഞാൻ ഈ ഷോ പ്ലാൻ ചെയ്തതാ, പക്ഷെ ഷൂട്ടിംഗ് നടന്നില്ല. ഇതിപ്പോ അതിന്റെ ഒരു റീലോഞ്ചിങ് കൂടിയാ. അടിപൊളി. ശിവയുടെ എല്ലാ ഡ്രീമും നടക്കും. എനിക്ക് ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ ചേഞ്ച് കൊടുത്താലോ? ആ ടൈറ്റിലില്ലേ, അതൊന്ന് കുറച്ച് താഴത്തേക്ക് കൊണ്ടുവന്നാലോ? ഇവിടെയാണോ? ആ, കുറച്ച് മതിയേ. കുറച്ച് ഇത്രയും മതിയോ? ആ, കുറച്ചുകൂടെ. ആ, ഒന്ന് ചരിച്ചിട്ട് മതിയോ? എങ്ങനെ? ഇങ്ങനെ? ആ, ഓക്കെ. സത്യത്തിൽ ഏട്ടത്തിന്റെ ഐഡിയ സൂപ്പർ. കളർ കോംബോ ഇപ്പോഴാ കറക്റ്റായത്. നാളെ ഞാൻ ഏട്ടനെ വെച്ച് എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. ഏട്ടത്തിയോടെ ഹെൽപ്പ് ചെയ്യണേ. പിന്നെ അല്ലാതെ. സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്നൊരു ഷോയുടെ ഭാഗം ആവാൻ കിട്ടുന്നൊരു അവസരമല്ലേ, ഞാനത് മിസ് ചെയ്യത്തില്ല. എ ടേസ്റ്റി ട്രാവൽ ഓഫ് എസ്കേ. കൊള്ള ശിവ, ഇത് പൊളിക്കും. ഇഡിയറ്റ്സ്, ഇവന്മാരെന്തിനാ ജ്യോതിയുടെ മുന്നിൽ പോയി ചാടിക്കൊടുത്തത്? നിങ്ങളല്ലേ പറഞ്ഞത് അവര് സേഫ് ആണെന്ന്? എന്നിട്ടിപ്പ എന്തായി? അറിയേണ്ടവരെല്ലാം അറിഞ്ഞു. അവന്മാര് സേഫായ സ്ഥലത്ത് തന്നെയാ ഇരുന്നത്. പക്ഷേ അവന്മാരെ അവിടുന്ന് ചാടിച്ച് അവളുടെ കളത്തിൽ കൊണ്ട് കയറ്റിയതാ. ആര്? മറ്റൊരു ടീം. മനസ്സിലായില്ല. ഒരു കൊട്ടേഷൻ ടീം യുവന്മാരെ പിടിച്ചു കെട്ടി ജ്യോതിക്ക് കൈമാറുകയായിരുന്നു. അതാരാണെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മേഡം ടെൻഷൻ അടിക്കണ്ട, അവരെ ഞാൻ പൊക്കിക്കോളാം. വേണ്ട, ഇനി ഇതിന്റെ പിന്നാലെ പോയി അത് വലുതാക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇനി അവന്മാരുടെ പിന്നാലെ ചെന്ന ജ്യോതിയുടെ മുന്നിലാവും ചെന്ന് നിൽക്കേണ്ടത്. അത് വേണ്ട. റോക്കിയുടെ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. എന്തായാലും നമ്മളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഡിക്ക് മനസ്സിലാക്കി കാണും. അന്ന് സ്റ്റേഷനിൽ എസ്കേ കൊണ്ടുപോകാൻ വന്നപ്പോ ജ്യോതി അത് മനസ്സിലാക്കി. അവളത് ഡിക്കോട് പറയാതിരിക്കില്ലല്ലോ. എനിക്കിപ്പോ അതല്ല ടെൻഷൻ. മീഡിയയുടെ ചെവിയിലെങ്ങാനും ഈ വാർത്ത എത്തിയ അതോടെ തീർന്നു എന്റെ മകളുടെ കരിയർ. കുറെയൊക്കെ എനിക്കറിയാം. നിങ്ങൾ അറിഞ്ഞത് മാത്രമല്ല കഥകൾ. കുട്ടിക്കാലം മുതൽ നൃത്തം പഠിച്ചു ഞാൻ. അറിയപ്പെടുന്ന ഒരു നടിയാകാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ടതല്ലാതെ ഞാൻ ആരും ആയില്ല. ജീവിതത്തിൽ താങ്ങായി വന്നവരൊക്കെ പൊയ്മുഖമണിഞ്ഞവരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. ഇപ്പോ എനിക്കതെല്ലാം എന്റെ മകളാ. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അവളിലൂടെ എനിക്ക് നേടണം. അതിന് തടസ്സമാകുന്ന ഏത് വലിയവനായാലും വെട്ടിയരിഞ്ഞു കളയും ഞാൻ. മാഡം,
മാഡത്തിന്റെ ആത്മരോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ DKയോട് പൊരുതാൻ ഇത് പോരാ. കുറച്ചുകൂടെ കരുതൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർ, എനിക്ക് ഭയം എന്റെ മകളെയാണെന്ന്. അവളുടെ മനസ്സിൽ ഇപ്പോഴും എവിടെയോ അവനുണ്ട്. ഒരു പെണ്ണിന് മറക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങളുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസം അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയാ ഞാൻ തകർന്നു പോവും. തൽക്കാലം നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. SKയുടെ അടുത്ത് നീക്കുന്നതാണ് ഞാൻ നോക്കട്ടെ. എന്തായാലും അവൻ വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാ. അവന്റെ കളിക്കനുസരിച്ച് നമുക്ക് ഗെയിം പ്ലാൻ ഉണ്ടാക്കാം. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ വേണം അവനെ കുരുക്കാൻ. കുരുക്കണം. അവനറിയാതെ അവനെ കുരുക്കണം. അതിന്ന് രക്ഷപ്പെടാൻ അവൻ ഈ ജന്മത്തെ സാധിക്കരുത്. അവൻ മാത്രമല്ല, നമ്മളൊരുക്കുന്ന ഗെയിം പ്ലാനിൽ അവളും കുരുങ്ങണം. ഒറ്റയടിക്ക് രണ്ടും തീരണം. തീർക്കും ഞാൻ.